അങ്ങനെ UDF ജയിച്ചു, വളരെ ഭംഗിയായിട്ട് തന്നെ ജയിച്ചു. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 10 വർഷം കൊണ്ട് എന്താ പറയുക LDF ഭരിക്കുകയാണ്. 10 വർഷം കൊണ്ടാണ് LDF ഭരിക്കുന്നത്. അപ്പോൾ ഷാന, എന്താണ് ഈ ഒരു തോൽവിയെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? കാരണം ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, മാറണം, കൊള്ളൂല, മോശമാണ് ഭരണം, പിണറായി വിജയൻ കൊള്ളൂല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. ഇതിനകത്തൊരു നല്ല കാര്യമുണ്ട്, അത് നല്ലൊരു ഫാക്റ്റും ഉണ്ട്, അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതൊരു മനസ്സിലാക്കണമെങ്കിൽ ആൾക്കാർക്ക് ഈ ഒരു പാർട്ടി നല്ലതായിരുന്നു, ഈ ഒരു ഭരണം നല്ലതായിരുന്നു എന്നൊരു തിരിച്ചറിവ് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം നല്ലതാണ്. അപ്പോൾ ചിന്തിക്കാം, ഇതിന് മുന്നേ ഇരുന്നവർ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാം. നമ്മുടെ LDF എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം, നീണ്ട 10 വർഷം കേരളത്തിൽ ഇരുന്നതാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ് ജയിച്ചാൽ 5 വർഷം, അത് കഴിഞ്ഞാൽ LDF ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കോൺഗ്രസ് എന്നുള്ള രീതിയിലാണ് കേരളം പൊയ്ക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയല്ല. നമ്മളുടെ LDF എന്ന് പറഞ്ഞാൽ ആദ്യം ജയിച്ചു, പിന്നെ വീണ്ടും അടുത്ത 5 വർഷം വീണ്ടും ജയിച്ചു. പക്ഷെ ഇപ്പോൾ UDF ജയിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ ഒരു തുടർച്ചയായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 10 വർഷം, നീണ്ട 10 വർഷം നമ്മുടെ ജനങ്ങൾ LDFന് ഒരു കൈത്താങ്ങാങ്ങിയിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചായിരിക്കും ഒന്ന് UDFന് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. ഒന്ന് നോക്കാം, ഒന്ന് നമുക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ജനങ്ങൾ UDFന് ഒരു ചാൻസ് കൊടുത്തതായിരിക്കാം. സാധാരണഗതിയിൽ നേരത്തെ UDF അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പൊ നീണ്ട 10 വർഷം LDF ഭരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനിച്ചു ഇനി ഒരു 5 വർഷം UDF ഭരിക്കട്ടെ. അങ്ങനെ ഒരു മാറ്റമായിരിക്കണം തീർച്ചയായിട്ടും.